ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്? സാർ ഇതിന് കൂട്ടു നിൽക്കുകയാണോ? വിനയം പോയിരുന്ന പരീക്ഷ എഴുത്. രാവും പകലും കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണിത്. ഗവൺമെന്റ് ബസ്സിൽ നിന്ന് ചോദ്യക്കടലാസ് നേരത്തെ കിട്ടിയിട്ടും അതുപോലും പഠിക്കാൻ കഴിയാത്ത യുവമാർക്ക് ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. പിന്നീട് പരീക്ഷ നടത്തുന്ന എന്തിനാണ്? വാങ്ങുന്ന കൈക്കൂലിക്കനുസരിച്ച് മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊടുത്താൽ പോരെ? പാവപ്പെട്ട വിദ്യാർത്ഥികൾ ജീവിക്കാൻ ഒരു തൊഴിൽ നേടാനാണ് പഠിച്ച് പരീക്ഷ എഴുതുന്നത്. ഇവന്മാർ അതിനല്ല. ക്ലാസും റാങ്കും മേടിച്ച് ഉയർന്ന ഉദ്യോഗം കരസ്ഥമാക്കി വിവാഹ കമ്പളത്തിൽ വരന്മാരെ വിലയ്ക്ക് വാങ്ങുമ്പോ കൂടിയ വിലയ്ക്ക് വിറ്റഴിയാനുള്ള വിൽപ്പന ചരക്കാവാനാണ്. നിങ്ങളൊക്കെ ഇതിന് കൂട്ടുനിന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് പുല്ലിന്റെ വില പോലും ഉണ്ടാവില്ല. No, I will report this to the university. No, I will report this to the university. റിപ്പോർട്ട് ചെയ്ത ഡീബാർ ചെയ്യുന്ന തന്നെയായിരിക്കും. കോപ്പി അടിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് തനിക്ക് ഒരു ചാൻസ് കൂടെ തരികയാണ്. ബഹളം ഉണ്ടാക്കാൻ പോയിരുന്ന പരീക്ഷ എഴുത്. I will question this. I will see that you have been taken to jail. I will question this. I will question this. I will report this to the university. You are all criminals. I won't allow this. I won't allow this. I will report this to the university. I won't allow this. I will question this. I will question this. I won't allow this. പരീക്ഷ എഴുതാൻ കഴിയാത്തതിലും എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്തുള്ള വിഷമവും വിനയനുണ്ടായിരുന്നു. ജൻജി മെമ്പറായ പാർട്ടിയുടെ എതിർ പാർട്ടിയിൽ അയാൾ ചേർന്നു. ഇലക്ഷൻ നിന്നു. കോളേജ് യൂണിയൻ ചെയർമാനായി. ജൻജിയെയും ഗ്രൂപ്പിനെയും എതിർക്കുകയായിരുന്നു വിനയന്റെ ലക്ഷ്യം. പലതും മറക്കാനായിട്ട് അയാൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവസാനം അതൊരു ശീലായി. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും അനന്തൻ എന്താ അന്ന് രഞ്ജിക്കെതിരെ ഒന്നും പറയാതിരുന്നത്? പറയാതിരുന്നിട്ട് തന്നെ അന്നവര് മാഷപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ ഒരുപക്ഷെ കൊന്നേനെ. അനന്തൻ പേടിക്കണ്ട. നാളെ മുതല് താൻ കോളേജിൽ വരണം. മാഷേ, എനിക്കെന്തെങ്കിലും ആയാല് എന്റെ ചേച്ചിക്ക് ആരും ഉണ്ടാവില്ല. അനന്തനൊന്നും ആവില്ല. ഞാനാ പറയുന്നത്. പഠിക്കണം എന്നാഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയെങ്കിലും പഠിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത്രയും മതി അനന്ത എനിക്ക്. താൻ നാളെ കോളേജിൽ വരണം. തന്നെ ഞാൻ പഠിപ്പിക്കും. ഞാനുള്ളിടത്തോളം കാലം തന്നെ ആരും ഒന്നും ചെയ്യില്ല. അനന്തം വരുമോ? ഞാൻ വരാം മാഷേ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ ISU സിന്ദാബാദ്. രാമേന്ദ്രന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. കുഞ്ഞിനെ ബാബാ നോക്കി നിൽക്കണ്ട. അണ്ടർ ഫാളിംഗ് ബ്രേക്കിംഗ് മാറ്റർ റിമൂവ്. എന്തിയേട്ടാ? എടാ നിലത്ത് വിടാ പൊട്ട സാധനങ്ങൾ ഇത് മാറ്റുക. പുറത്താക്കാൻ കച്ചറിയാണ്. എന്തുടനെ പൊട്ട സമരം സമരം പറയണമെന്ന് ഇംഗ്ലാബാണ്. പിടിച്ചോ പൊട്ടരുത്. Rabindranath Tagore was the first Indian writer to win the Nobel Prize. He was the youngest son of Maharshi Devendranath Tagore, a rich Bengali aristocrat. Though he had no regular schooling, he grew up in an atmosphere of culture, social and religious zeal. ISU സിന്ദാബാദ്. Sit down. നിനക്കെന്താ കൊമ്പുണ്ടോ? അനന്തനെ തൊട്ടുപോരുത്. എന്താ തൊട്ടോ? അവന്റെ ശരീരത്തിൽ ആദ്യം തൊടുന്നവന്റെ കൈ ഞാൻ ചവിട്ടി ഓടിക്കും. രണ്ടാമത് തൊടുന്നവന്റെ കാല്, മൂന്നാമത് തൊടുന്നവൻ ഈ വാച്ച സമ്മാനം തരും. ചുണയുള്ളവന്മാരെ തൊട. ഈ കോളേജിൽ എല്ലാ ക്ലാസ് വിട്ടാലും ഈ ക്ലാസ് ഞാൻ പഠിപ്പിക്കും. He read widely and wrote poems, short stories, novels and plays, which changed the course of Bengali literature. The English translation of his Geetanjali അല്ല, എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക.
നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? പിള്ളേർ സമരം ചെയ്താൽ ചെയ്തോട്ടെന്ന് വെക്കണം. അത് വേണ്ടെന്ന് പറയാൻ നിങ്ങളാരാ? ഈ പയ്യൻ എന്തെങ്കിലും സംഭവിച്ച ആരുത്തരം പറയും? ഇവിടെ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ടും ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ. പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞാലേ ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികളെന്ന് സാർ ഉദ്ദേശിക്കുന്നവരാരാ? കുറെ ഗുണ്ടകള്. സാറാണ് അവരെ വഷളാക്കുന്നത്. സാറാണ് അവർക്ക് കൂട്ടു നിൽക്കുന്നത്. മിസ്റ്റർ രാമേന്ദ്രൻ, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാനല്ല ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ഓരോരുത്തരെ സസ്പെൻഡ് ചെയ്യാൻ നിന്നാൽ ഈ കോളേജിന്റെ പല ഭാഗങ്ങളും ഇടിച്ചു കളയേണ്ടി വരും. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡൊണേഷൻ കൊണ്ടാ മാനേജ്മെന്റ് ഈ കോളേജിലെ ഓരോ കെട്ടിടവും കെട്ടിയിരിക്കുന്നത്. വിദ്യാർത്ഥികളാവുമ്പോൾ കുറെ കുസൃത്തരം കാണിച്ചു എന്ന് വരും. അതൊക്കെ സഹിച്ച്, അതൊക്കെ ക്ഷമിച്ച് അവരെ പഠിപ്പിക്കുക ഒരു അധ്യാപകന്റെ ചുമതല. പെൺകുട്ടികളെ കയറി പിടിക്കുന്നതും കത്തിക്കുത്ത് നടത്തുന്നതും കോളേജ് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്നതാണ് കുസൃത്തരം സാർ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് കണ്ട് കണ്ണടക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒരു ഗുണ്ടായുസം കാണിച്ചു പറയുന്നല്ലാതെ തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ ആരും പറയുന്നില്ലല്ലോ. ദാറ്റ്സ് ദ ബിഗസ്റ്റ് ട്രാജഡി ഓഫ് ദിസ് കോളേജ്. ഈ തെണ്ടിത്തരത്തിനെതിരെ ഒരു കുട്ടിയെങ്കിലും ശബ്ദമുയർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അവന്മാരെ കമ്പി എഴുതിച്ചേനെ. ഞാൻ പറയാം സാർ, യൂറിൻ ഷെഡിൽ വെച്ച വിനീനെ രഞ്ജിയും കൂട്ടാൻ ഡ്രഗ്സ് വിറ്റ് ഞാൻ കണ്ടതാ. അവര് മാഷിനെ കല്ലെറിഞ്ഞ എന്റെ മുന്നിൽ വെച്ചാ. ഞാനിത് എവിടെ വേണമെങ്കിലും പറയാം. തന്നോട് ചോദിച്ചില്ല. രാമേന്ദ്രൻ വരുന്നവർ എനിക്കവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലല്ലേ മറ്റുള്ള ലെക്ചറേഴ്സ്? അവർക്കൊന്നും പ്രശ്നങ്ങളില്ലല്ലോ. അവർക്ക് എങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും? സമരം വന്നാൽ അവർക്ക് വീട്ടിൽ പോവാം, ടിവിയിൽ ക്രിക്കറ്റ് കാണാം, കെട്ടിടത്തിന്റെ ലോൺ ശരിയാക്കാം, ലീവ് എടുക്കാതെ കല്യാണത്തിന് പോവാം. ക്ലാസ് ഇല്ലാത്തപ്പോ അവർ എന്ത് ചെയ്യുന്നു അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഈ സമരത്തിന് കാരണക്കാരൻ നിങ്ങളാ. ദിസ് ഈസ് ദ ഫൈനൽ വാർണിംഗ് ഫോർ യു. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഐ വിൽ ബി ഫോഴ്സ്ഡ് ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് യു. സർ, യു ജസ്റ്റ് പ്ലീസ്. നിങ്ങൾക്ക് പോവാം. ദേ, 15-ാം തീയതി കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഓർമ്മയുണ്ടല്ലോ അല്ലേ? വല്ലവരുമായി തല്ലും കൂടി ദേഹം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് പന്തലി ഒന്ന് കയറരുത്. ആ, സാറ് പറഞ്ഞ പോലെ തന്നെ സാരി ആഭരണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ സാർ എങ്ങനെ കല്യാണ പന്തലിൽ വരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാറിനോട് പറഞ്ഞാലും പിശുക്ക് കാരണം കാശ് കൊടുത്ത് മേടിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ മേടിച്ചു. എങ്ങനെയുണ്ട്? എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ അവരെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താ ഇനിയും തല്ലുകൂടാൻ പോണോ? കുറെ അധികം സാറന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിള്ളേരുമായി അടികൂടാൻ പോകുന്ന ഒരെണ്ണത്തിന് ആദ്യമായി കാണുക. ഇതിനൊക്കെ വേണ്ടത് അവന്മാരുടെ വീട്ടിൽ ചെന്ന് പറയാ. മക്കളുടെ യോഗ്യത തന്തയും തള്ളയും കൂടി അറിയട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. One of the men in critical condition. The other is dead. I am now even more convinced that this is not only an intelligent creature, but a thing which estimated through the earth as far as മമ്മി, എന്താ മോനെ? ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു മമ്മി. നിനക്ക് എഴുന്നേറ്റ് ചെന്നെടുത്തൂടെ? ഞാൻ പണം കണ്ടുകൊണ്ടിരിക്കല്ലോ മമ്മി. ആരാണെന്ന് നോക്ക്. ഒന്ന് നോക്ക് മമ്മി. ഓഹോ, ആരാ? ഐ എം രാമചന്ദ്രൻ, രഞ്ജിയുടെ ലെക്ചറാണ്. ഓഹോ, അപ്പൊ താങ്കളാണ് എന്റെ മോനെ തല്ലിയതല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്ത് സംസാരിക്കാൻ? താനാരാടോ, പോലീസോ? ഇവനെ ഞങ്ങൾ കോളേജിൽ അയക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ തല്ലിച്ചതയ്ക്കാനല്ല. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ മകന് തന്നെ അപകടം. ഇവന് മാനസികമായ എന്താ തകരാറുണ്ട്? തകരാറ് തന്റെ മനസ്സിനാ. കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ കൊച്ചു പയ്യനിങ്ങനെ തല്ലുമായിരുന്നു. അവൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാ ശാസിക്കാം. വാദ്യാരാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും. ഇവനെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മകൻ താൻ തോന്നിയായി വളരില്ലായിരുന്നു. Shut up, you idiot. ഇവന്റെ അച്ഛൻ ഡൽഹിയിൽ നിന്ന് വരട്ടെ. MP മാത്യൂസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. തന്റെ പഠിപ്പിക്കല് ഞാൻ നിർത്തിത്തരാം. ഞാൻ പറയുന്നതൊന്ന്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? Will you please get out and get lost? Damn it.
Thank you.